Dear students, BCom second semester യൂണിവേഴ്സിറ്റി എക്സാം ഡിസംബർ 20-ാം തീയതി ആരംഭിച്ചു. 2 സബ്ജക്റ്റുകളുടെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2022 ജാനുവരി 6-ാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിൻ്റെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുള്ളതാണ്. 21 വീഡിയോയിലൂടെ ടോട്ടൽ സിലബസ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2 വീഡിയോയും കൂടി ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ച് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ വീഡിയോയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 35 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയുമാണ്. അതിനുശേഷം 2018-ലെയും 2019-ലെയും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഈ വീഡിയോയുടെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 35 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആൻസർ കീ മാത്രമേ ഉള്ളൂ. ആവശ്യമായ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് ടെക്സ്റ്റിൽ നിങ്ങൾ ഈ ആൻസർ എടുക്കുക. ഈ 2 വീഡിയോയിലെ അതായത് 70ഓളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ 70 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് 6-ാം തീയതി നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിനേഷനിൽ ഉണ്ടാകാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കവറപ്പാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 21 വീഡിയോയിൽ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ വരുന്ന ഭാഗങ്ങൾ എവിടെയാണോ അത് ശ്രദ്ധിച്ച് ആൻസർ പഠിക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ടെക്സ്റ്റിൽ നിന്നും മനസ്സിലാക്കിയെടുത്താൽ മതി. ഇത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മുടെ ബിസിനസ് ലോ, നേരത്തെ ബിസിനസ് ലോയാണ്. ഈ 2021 നിങ്ങൾ അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ 22 അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിനേഷന് നിങ്ങൾ ആകെ എത്രയാണ്? ഇപ്പം ആദ്യത്തെ ഒരു സെക്ഷനിൽ സെക്ഷനിൽ 6x3 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്താൽ മതി. രണ്ടാമത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഇപ്പം എത്രയായി? 6 4 10. ഇനി തേർഡ് സെക്ഷനിൽ നമ്മൾ 2 ആൻസറോ 3 ആൻസറോ എഴുതാം. അപ്പോൾ നമുക്ക് ആക്ച്വലി എത്രയാണ്? ഒരു 12 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 12 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 80 മാർക്കും കവറപ്പാകാൻ സാധിക്കും. ഈ 2018 മുമ്പുള്ള 2 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സഹായകമാകും എന്നുള്ളൊരു വിശ്വാസത്താൽ എല്ലാവർക്കും ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വളരെ എളുപ്പമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വി ഷാൽ ബിഗിൻ അവർ ഡിസ്കഷൻസ്. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഡിഫൈൻ എ കോൺട്രാക്ട്. ഇത് സിമ്പിളായിട്ട് എഴുതുക. എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. സെക്ഷൻ 2 സബ്സെക്ഷൻ H. ഇത് 2 മാർക്കാണെങ്കിലും 1 മാർക്കാണെങ്കിലും 3 മാർക്കാണെങ്കിലും ഈ ഒരു ഒറ്റ സെൻറ്റൻസ് നിങ്ങളുടെ ആൻസർ സ്റ്റോപ്പ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ജനറൽ ഓഫർ. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവായിട്ടുള്ളത്. വെൻ an offer is given to the general public or when an offer is made to the whole world, that is general offer. It can be accepted by anybody. മൂന്നാമത് ഇത്രയും കൂടി ഓർത്തിരിക്കുക. ഇൻ കേസ് ഓഫ് എ ജനറൽ ഓഫർ the communication of acceptance is not necessary. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ എന്താ? ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. മിസ്റെപ്രസെൻറ്റേഷൻ. വെൻ എ റെപ്രസെൻറ്റേഷൻ ഈസ് റോങ്ലി മെയ്ഡ് ഇറ്റ് ഈസ് കോൾഡ് മിസ്റെപ്രസെൻറ്റേഷൻ. Misrepresentation is a false statement which the person making it honestly believes to be true or which he does not know to be false. It also includes non-disclosure of material facts without any intent to deceive the other party. മറ്റൊരാളെ കബളിപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലാതെ ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു, അറിയാതെ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു. ഇത്രയുമുള്ള മിസ്റെപ്രസെൻറ്റേഷൻ. Then the fourth one is what is unlawful agreement. Unlawful agreement. അപ്പം അതിൻ്റെ ആൻസർ എന്താ? Some agreements which are not criminal in nature and will not affect the public morals, but they are disapproved by the law on some ground of public policy. Such agreements are called unlawful agreements. The agreements which are disapproved by law
on the ground of public policy, on some ground of public policy, that is called unlawful agreement. അപ്പം പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് നിയമം അംഗീകരിക്കാത്ത ഏത് എഗ്രിമെൻറ്റുകൾ എന്തായിട്ട് വരുന്നു, അതാണ് നമുക്കൊരു അൺലോഫുൾ എഗ്രിമെൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ദി ഫിഫ്ത്ത് വൺ ഈസ് പർട്ടിക്കുലർ ലീൻ. പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ലീനാണ് പർട്ടിക്കുലർ ലീൻ. വാട്ട് ഈസ് ലീൻ? ലീൻ ഈസ് എ റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ, റീറ്റെയിൻ ദി പ്രോപ്പർട്ടി ഓഫ് അനദർ. മറ്റൊരാളുടെ ഗുഡ്സ് തടഞ്ഞു വയ്ക്കാനുള്ള അവകാശമാണ് ലീൻ. Particular lien is one which is available to the bailee against those goods on which he has rendered some service involving the exercise of skill and labor. നമ്മൾ ടൈലേഴ്സ് ലീൻ എക്സാമ്പിളായിട്ട് നോട്ട് ചെയ്യുന്നു. ടൈലറിന് ലീനുണ്ട്, അത് പർട്ടിക്കുലർ ലീനാണ്. ടൈലറിൻ്റെ കയ്യിൽ അയാളുടെ ഒരു സ്കിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ആ വസ്തു മാത്രമേ തടഞ്ഞു വയ്ക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ടൈലേഴ്സ് ലീൻ ഈസ് പർട്ടിക്കുലർ ലീൻ. Then the sixth point is universal agent. പ്രിൻസിപ്പിളിൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യാനുള്ള അധികാരമുള്ള ഏജന്റാണ് യൂണിവേഴ്സൽ ഏജന്റ്. യൂണിവേഴ്സൽ ഏജന്റ് ഈസ് വൺ whose authority to act for the principle is unlimited. Whose authority to act for the principle is unlimited. പ്രിൻസിപ്പിളിന് വേണ്ടി ആക്ട് ചെയ്യാനുള്ള അതോറിറ്റി അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഏജന്റാണ് യൂണിവേഴ്സൽ ഏജന്റ്. He has the authority to bind his principle by an act which he does, provided the act is legal as well as agreeable to the law of the land. Universal agent with unlimited authority. Then seventh question, what are symbolic goods? So symbolic goods എന്ന് പറഞ്ഞാൽ എന്താണ് symbolic goods? അപ്പം നമ്മൾ അത് സിംബോളിക് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിംബോളിക് ഡെലിവറി ഓർ സിംബോളിക് ഗുഡ്സ്. നമ്മൾ സിംബോളിക് ഡെലിവറി എന്താണ്? സാധനങ്ങൾ ബൾക്കായിട്ടുള്ളതാണെങ്കിൽ നമുക്കത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിംബോളിക് ഗുഡ്സ് അല്ല, സിംബോളിക് ഡെലിവറി ആയിട്ട് ആ ക്വസ്റ്റ്യൻ കണക്കാക്കുക. അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് സിംബോളിക് ഡെലിവറിയുടേതാണ്. വെൻ ഗുഡ്സ് ആർ നോട്ട് ഫിസിക്കലി ഡെലിവേർഡ് ടു ദി ബയർ ബട്ട് ആർ ഡെലിവേർഡ് ബൈ ഇൻഡിക്കേറ്റിംഗ് ഓർ ഗിവിംഗ് എ സിംബൽ. ഗുഡ്സ് ആർ നോട്ട് ഫിസിക്കലി ഡെലിവേർഡ് ടു ദി ബയർ. ഗുഡ്സ് എടുത്ത് എന്താണ് ഫിസിക്കലായിട്ട് കൈമാറ്റം എടുത്തു കൊടുക്കുന്നില്ല എങ്കിൽ then indicating or giving a symbol, the delivery is said to be symbolic delivery. അപ്പം സാധനങ്ങൾ കൈമാറ്റം ചെയ്തതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ മുഖാന്തരം ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദി ഡെലിവറി ഓഫ് ദി കീസ് ഓഫ് ദി ഗോഡൗൺ ഇൻ വിച്ച് ഗുഡ്സ് ആർ സ്റ്റോർ, ദി ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എക്സെട്രാ ആർ ദി എക്സാമ്പിൾസ് ഓഫ് സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറിയുടെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഗുഡ്സ് എടുത്ത് കൈമാറ്റം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇപ്പം ഗോഡൗണിൻ്റെ കീ കൊടുക്കുന്നു, അത് സിംബോളിക് ഡെലിവറിയാണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ടൈറ്റിൽ ഡീഡ് കൈമാറ്റം ചെയ്യുന്നു, സിംബോളിക് ഡെലിവറിയാണ്. ദെൻ ദി എയ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് വെയ്വർ? ഉപേക്ഷിക്കുക. വെയ്വ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വെയ്വർ. Waiver take place when the parties to a contract agree that they shall no longer be bound by the contract. ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടിക്കാരും എഗ്രി ചെയ്യുന്നു, ഇനി ഞങ്ങൾ ഈ കോൺട്രാക്റ്റിൻ്റെ ടേംസിനും കണ്ടീഷൻസും അനുസരിക്കാനുള്ള ബാധ്യതയില്ല. വി ആർ നോ ലോങ്ങർ ബൗണ്ട് ബൈ ദി എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്ട്. ദിസ് അമൗണ്ട്സ് ടു മ്യൂച്വൽ അബാൻഡൻമെൻറ്റ് ഓഫ് ദി റൈറ്റ്സ് ബൈ ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. മ്യൂച്വൽ അബാൻഡൻമെൻ്റ് ആണ്. കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടിക്കാരും കോൺട്രാക്റ്റിൽ നിന്നുണ്ടാകുന്ന റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വെയ്വർ ആയിട്ട് അറിയപ്പെടും. വെയ്വർ, മ്യൂച്വൽ അബാൻഡൻമെൻറ്റ് ഓഫ് റൈറ്റ്സ് ബൈ ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. ദെൻ ദി നയൻത് വൺ ഈസ് വാട്ട് ഈസ് പ്ലഡ്ജ്? പ്ലഡ്ജ് ഓർ പോൺ, രണ്ടും പറയും, പ്ലഡ്ജ് ഓർ പോൺ. ദി bailment of goods as security for the payment of a debt or performance of a promise is called pledge or bond. ഇവിടെ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെലിവറി ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ്. ഒരു ഡെറ്റിൻ്റെ പേയ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസിനോ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും വസ്തുക്കൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ബെയിൽ എന്തായിട്ട് അറിയപ്പെടും? പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ എന്നറിയപ്പെടും. ഇൻ കേസ് ഓഫ് പ്ലഡ്ജ് ഓർ പോൺ ദർ ഇസ് ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അതാണ് സിമ്പിൾ ബെയിൽമെൻറ്റ്. ദെൻ ദി 10th ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ കൺസിഡറേഷൻ. When at the desire of the promiser or any other person has done or abstained from doing or does or abstains from doing or promises to do or abstain from doing something,
such act or abstinence or promise is called consideration for the promise. Define consideration. എന്തിനെങ്കിലും പകരമായിട്ട് മറ്റൊന്ന് കൊടുക്കുന്നതിന് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ, ക്വിഡ് പ്രോക്കോ, സംതിങ് ഇൻ റിട്ടേൺ, അതിൻ്റെ ഡെഫിനിഷനാണത്. ദെൻ ദി 11th question, ഡിഫൈൻ ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ക്രോസ് ഓഫർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വരുന്നു, ക്രോസ് ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിജക്റ്റിംഗ് ദി ഒറിജിനൽ ഓഫർ ആൻഡ് ഗിവിങ് അനദർ ഓഫർ. ഇപ്പം ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഓഫർ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കൗണ്ടർ ഓഫർ. ദെൻ വെൻ ടു പാർട്ടീസ് മേക്ക് ദി ഐഡന്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ഇഗ്നറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് സച്ച് ഓഫർ ഈസ് കോൾഡ് ക്രോസ് ഓഫർ. രണ്ട് പാർട്ടിക്കാർ ഒരേ രീതിയിലുള്ള ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, മറ്റയാളുടെ ഓഫറിനെ കുറിച്ച് അറിവില്ലാതെ. എ കൗണ്ടർ ഓഫർ ഈസ് റിജക്റ്റിംഗ് ദി ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ. കിട്ടുന്ന ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് തിരിച്ചൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് കൗണ്ടർ ഓഫർ ആകും. Then the 12th question is, what is communication and revocation of acceptance? Communication and revocation of acceptance. Then communication of acceptance is complete as against the proposer when it is put into the course of transmission to him so as to be out of the power of the acceptor. Then as against the acceptor when it comes to the knowledge of the proposer. Then revocation of acceptance. An acceptance of a proposal may be revoked at any time before the communication of the acceptance is complete as against the acceptor, but not afterwards. നമ്മൾ ഈ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആണെങ്കിൽ ബ്രീഫായിട്ട് ഇത്രയും ആൻസർ കൊടുത്താൽ മതി. Then the 13th is mistake. എന്താണ് 13ാമത്തെ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് ഏതൊക്കെ തരത്തിലുള്ള മിസ്റ്റേക്സ് ആണുള്ളത്? Mistakes can be classified as mistake of fact. Mistake of fact may be classified into bilateral, unilateral. ഇത് 2 മാർക്കിനൊക്കെ ആയതുകൊണ്ടാണ് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നത്. ഇപ്പം മിസ്റ്റേക്ക് എന്താണ്? മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു ബൈലാട്രൽ, 2 കൂട്ടർക്കും പറ്റുന്നത്. യൂണിലാട്രൽ, ഒരാൾക്ക് പറ്റുന്നത്. വെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഹാപ്പൻസ് ടു ബോത്ത് ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട്, ദാറ്റ് ഈസ് ബൈലാട്രൽ മിസ്റ്റേക്ക്. When the mistake happens only to one of the parties, that is unilateral. Secondly, mistake of law, നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് അത്. മിസ്റ്റേക്ക് ആസ് ദി ഇന്ത്യൻ ലോ, ഇന്ത്യയിലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ. ദെൻ മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോ, വിദേശത്തെ നിയമവുമായിട്ട്. നോർമലി എന്താണ്, ഇന്ത്യയിൽ താമസിക്കുന്ന സിറ്റിസൺ ഇന്ത്യൻ ലോയുമായിട്ട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ വിദേശ രാജ്യങ്ങളിലെയും നിയമം ഒരു ഇന്ത്യൻ സിറ്റിസൺ അറിഞ്ഞിരിക്കണമെന്നില്ല. ദെൻ ദി 14th ഈസ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഈ 5 മാർക്കിനോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതേ പോയിന്റുകൾ തന്നെ എലാബറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ 1, ഡിസ്ക്ലോസ് നോൺ ഫാക്ട്സ്. അറിയാവുന്ന ബെയിൽമെന്റിൽ ഡെലിവറി നടത്തിയിരിക്കുന്ന ഗുഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടെങ്കിൽ, അത് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, ബെയിലിയെ അറിയിക്കുക. ടു ഡിസ്ക്ലോസ് നോ ഡിഫക്ട്സ്, ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഓഫ് ബെയിൽമെന്റ്. ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ബെയിലിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് അത് മടക്കി കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ബെയർ ചെയ്യാനുള്ള ഒരു ലയബിലിറ്റി വരുന്നുണ്ട്. ടു ഇൻഡംനിഫൈ, ടു ഇൻഡംനിറ്റി ദി ബെയിലി, ടു ഇൻഡംനിഫൈ ദി ബെയിലി, ഇൻഡംനിഫൈ ചെയ്യുക ബെയിലിയെ. ടു ഇൻഡംനിഫൈ ദി ബെയിലി, ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ് അപ്പോൺ ദി ഫുൾഫിൽമെന്റ് ഓഫ് ദി പർപ്പസ് ഫോർ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ്. ഈ 4 കാര്യങ്ങൾ ബെയിലറിന്റെ ഡ്യൂട്ടി ആയിട്ടാണ്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. ഇതൊക്കെ 5 മാർക്കിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ചോദിക്കാറുള്ളതാണ്. ഇത് 5 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ മാർക്ക് അനുസരിച്ച് നമ്മുടെ എക്സ്പ്ലനേഷൻ്റെ ലെങ്ത് റെസ്ട്രിക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പം അൺപെയ്ഡ് സെല്ലർ, ദ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 2 heads, ദാറ്റ് ഈസ് റൈറ്റ് അഗൈൻസ്റ്റ് ദി ഗുഡ്സ്, റൈറ്റ് അഗൈൻസ്റ്റ് ദി ബയർ പേഴ്സണലി. One is right against the goods, right of lien. Secondly, right to stoppage in transit, right of resale, right of withholding delivery. Then secondly, right against the buyer, suit for prices, വില കിട്ടാൻ കേസ് കൊടുക്കാം. suit for damage of non acceptance, ഈ ഡെലിവറി നടത്തി ഗുഡ്സ് ബയർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്, suit for damages of non acceptance. അപ്പോൾ അവിടെ ആ ഒരു
അൺപെയ്ഡ് സെല്ലറിന് ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ബയറിനെതിരെ കേസ് കൊടുക്കാം. റെപ്യൂഡേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ കോൺട്രാക്ട് ഉപേക്ഷിക്കാം, റെപ്യൂഡേറ്റ് ചെയ്യാം. ദെൻ ഹി ക്യാൻ സ്യൂ ഫോർ ഇൻട്രസ്റ്റ്. ഇതെന്താണ്? റെമഡീസ് അഗൈൻസ്റ്റ് ദി ബയർ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ അഗൈൻസ്റ്റ് ദി ബയർ. ഇപ്പം 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഹൗ ഡസ് ഏജൻസി ബി റാറ്റിഫിക്കേഷൻ ടേക്ക് പ്ലേസ്. റാറ്റിഫിക്കേഷൻ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അധികാരമില്ലാതെ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് പിന്നീട് അംഗീകാരം കിട്ടുന്നു, അതാണ് റാറ്റിഫിക്കേഷൻ. നമ്മളെന്താ ചെയ്യാൻ അധികാരമില്ലാതെ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് പിന്നീട് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് റാറ്റിഫിക്കേഷൻ. സംടൈംസ് ദി ഏജന്റ് മേ ആക്ട് വിതൗട്ട് ദി അതോറിറ്റി ഓഫ് ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ സമ്മതമില്ലാതെ ഏജന്റ് ചിലപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാം. If the principal accepts or satisfies subsequently the act of the agent, he is said to have ratified the act. Such agency is known as an agency by ratification. ഏജൻസി ആക്ടിൽ ഏർപ്പെട്ടപ്പോൾ ഏജന്റിന് അതിനുള്ള റൈറ്റ് ഇല്ലായിരുന്നു, പിന്നീട് പ്രിൻസിപ്പൽ അത് അംഗീകരിച്ചു, ആ ആക്ട് റാറ്റിഫൈ ചെയ്തു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏജൻസികൾ എന്താണ്? ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്നറിയപ്പെടുന്നു. ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, അതാണ് ഹൗ ഡസ് ഏജൻസി ബി റാറ്റിഫിക്കേഷൻ ടേക്ക് പ്ലേസ്. എങ്ങനെയാണ് ഒരു ഏജൻസി ബി റാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്? ദെൻ 17ാമത്തേത് എന്താണ്? വാട്ട് ഈസ് കൊയേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കൊയേഷൻ. ഭീഷണിപ്പെടുത്തി, ഫോഴ്സ് ഉപയോഗിക്കുന്ന ഭീഷണിപ്പെടുത്തി ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി കൊയേഷനാണ്. എന്താ? വെൻ എ പേഴ്സൺ ഈസ് compelled to enter into a contract by the use of force by the other party or under threat, coercion is said to be employed. ഒന്നെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒരാളെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുന്നത് എന്താണ്? നമ്മൾ കൊയേഷൻ എന്ന് പറയും. കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിംഗ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ് ഓർ ദി അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രിട്ടണിംഗ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ടു ദി prejudice of any person with the intention of causing any person to enter into an agreement. എന്താണ്? ഫോഴ്സ് ഉപയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ IPC-യിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായൊരു പ്രവൃത്തി ചെയ്തോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് കൊയേഷൻ. ദെൻ ദി 18th question ഈസ് 18ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് സെയിൽ. ഒരു സെയിൽ ഉണ്ടാകണമെങ്കിൽ സെയിലിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് സെയിൽ. ഒന്നൊരു സെയിൽ ഉണ്ടാകണമെങ്കിൽ ദർ മസ്റ്റ് ബി എ കോൺട്രാക്ട്. Then secondly, existence of two parties, namely buyer and seller, transfer of ownership, subject matter of goods, then price. ഈ 5 കാര്യങ്ങളാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് സെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 5 മാർക്കിനാണെങ്കിൽ ഈ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യുക ബ്രീഫായിട്ട്. 5 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ 2 പേജ് അടുത്ത് വരുന്ന ആൻസറാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോയിന്റുകളൊക്കെ നമ്മളെന്താ 2-3 സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 5 മാർക്കിൻ്റെ ഒരു ആൻസറായിട്ട് മാറും. Essential elements of sale. Then next is 19th question. 19th question is what are the different types of guarantee. പലതരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ട്. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി? The different types of guarantee are absolute or conditional. Absolute, യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ അബ്സല്യൂട്ടായിട്ട് പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി കൊടുക്കുന്നു. അബ്സല്യൂട്ട്. കണ്ടീഷണൽ. റെട്രോസ്പെക്റ്റീവ് ഓർ പ്രോസ്പെക്റ്റീവ്. റെട്രോസ്പെക്റ്റീവ് വിത്ത് പ്രീവിയസ് ഇഫക്റ്റ്, മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്. പ്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്നൊരു ഫ്യൂച്ചറിലേക്ക് കൊടുക്കുന്നതാണ്. ദെൻ ജനറൽ ഓർ സ്പെസിഫിക്, ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. ഈ ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാം പോയിന്റുകൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്കിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. 5 മാർക്കിനൊക്കെ ആണെങ്കിൽ. ദെൻ 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ ഇതേപടി ആൻസർ നോട്ട് ചെയ്താലും മതി. Then the 20th is what is specific performance. Specific performance എന്താണ്? In certain cases of breach of contract, breach ഒരു കരാറിന്റെ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ damages are not an adequate remedy. നഷ്ടപരിഹാരം ഒരു adequate remedy അല്ല, ന്യായമായ പരിഹാരമല്ല. The court may in such cases direct the party in breach to carry out his promise according to the terms of the contract. അപ്പം നഷ്ടപരിഹാരം ന്യായമായ ഒരു റെമഡി അല്ല എങ്കിൽ കോടതി ബ്രീച്ചായി ചെയ്ത പാർട്ടിയോട്, ആരാണോ കരാർ ലംഘിച്ചത് അയാളോട് എന്താ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി പ്രോമിസ് അനുസരിച്ച് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കും. This direction by the court is called specific performance of the contract.
ഇങ്ങനെ കോടതി കൊടുക്കുന്നതിന് ഉദ്ദേശം എന്താണ്? സ്പെസിഫിക് പെർഫോമൻസ് ബൈ ദി കോൺട്രാക്റ്റ് ആണ്. Then the 21st question is, who is a sub-agent and substituted agent? Sub-agentum substituted agentum ഉണ്ട്. A sub-agent is a person employed by and acting under the control of the original agent in the business of agency. A substituted agent is a person who is named by the agent holding an express or implied authority from the principal to act for the principal. A sub-agent is acting for the original agent. Then substituted agent is acting for the principal. Then 22ാമത്തെ ക്വസ്റ്റൻ എന്താ? വാട്ട് ആർ ഇംപ്ലൈഡ് കോൺട്രാക്ട്? ഇംപ്ലൈഡ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം, ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം, അതാണ് ഇംപ്ലൈഡ്. An implied contract is one which is inferred from the act or conduct of the parties of the or course of dealings between them. The behavior and attitude of the parties will lead to inference that they intended to enter into a contract. അപ്പം പാർട്ടിക്കാരുടെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നോ മനസ്സിലാക്കിയെടുക്കുന്നു ഇവർക്കിടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു ഇൻറ്റൻഷൻ അവർക്കുണ്ട്. ഇതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഈ എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റുമുണ്ട്. പിന്നെ കോൺട്രാക്ട് എന്താണ്? when the terms and conditions of a contract is expressed either by words spoken or in writing, that is express contract. ഇനി ഇംപ്ലൈഡ് എന്താണ്? നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നതാണ്. ഇത്രയും ഈ 22 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 മാർക്കിൻ്റെ കാറ്റഗറിയിലാണ്. നിങ്ങൾ ഈ സ്പെഷ്യൽ ഇപ്പോഴത്തെ ഒരു കാറ്റഗറി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കൺസെഷണലായിട്ടാണ്, അല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ദെൻ ദി സെക്കൻഡ് പാർട്ട് ഈസ് 5 മാർക്കിന് ചോദിക്കാവുന്നത്. ഇത് 23ാമത്തെ വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് വിത്ത് എ മൈനർ. ഈ മൈനേഴ്സിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഇത് 5 മാർക്കിനും 15 മാർക്കിനും കൃത്യമായിട്ട് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കാവുന്നതാണ്. ദെൻ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട് വിത്ത് എ മൈനർ, മൈനറുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രാക്റ്റ്, അത് an agreement by or with a minor is void. Then secondly, a minor is not bound to return the benefits received. A minor cannot ratify his act. He can always plead minority. The principle of estoppel is not applicable to minors. Minor is liable for necessary supply to him. He cannot enter into a contract of partnership. Minor can be promissory or a beneficiary. Minor cannot be adjudged as insolvent. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 9 പോയിന്റുകൾ ഒരു മൈനറുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളുടെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. ദെൻ 24ാമത് പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസി. ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന എന്താണ് ഏജൻസിയുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? 2 പോയിന്റുകളാണുള്ളത്. വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ത്രൂ അൻ ഏജന്റ്. ഒരു വ്യക്തിക്ക് സ്വയം ചെയ്യാവുന്ന എല്ലാ പ്രവൃത്തിയും ഏജന്റ് മുഖാന്തരം ചെയ്യാം. ഹി ഹു ഡസ് ആൻ ആക്ട് ത്രൂ അനദർ ഡസ് ഇറ്റ് ബൈ ഹിംസെൽഫ്. ദാറ്റ് ഈസ് ദി ആക്ട്സ് ഓഫ് ആൻ ഏജന്റ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ ആർ ആക്ട് ഓഫ് ദി പ്രിൻസിപ്പിൾ. ഏജന്റിന്റെ പ്രവർത്തനങ്ങൾ ചില കണ്ടീഷൻസ് വിധേയമായിട്ട് പ്രിൻസിപ്പിളിന്റെ പ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കും. ഈ 2 പോയിന്റുകൾ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസിയാണ്. ദെൻ 25ാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്. ബെയിൽമെന്റിലും പ്ലഡ്ജിലും ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്, സാധനങ്ങളുടെ കൈമാറ്റമുണ്ട്. ദെൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ഡിഫർ ഇൻ ദി നേച്ചർ ഓഫ് പർപ്പസ്. Pledge is the bailment of goods for a specific purpose. Bailment on the other hand is for a purpose of any kind. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സാധനങ്ങൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലഡ്ജ് ആകും. ഇനി പൊതുവായുള്ള പർപ്പസ് ഓഫ് എനി കൈൻഡ്, ഏതെങ്കിലും പൊതുവായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ഒന്നാമതൊരു ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്, ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ് ദി ബെയിലി ക്യാൻ റീറ്റെയിൻ ദി ഗുഡ്സ് ബെയിൽ ബട്ട് കനോട്ട് സെൽ ഇറ്റ്. ഓൺ ദി അതർ ഹാൻഡ് എ പ്ലഡ്ജി ക്യാൻ സെൽ ദി ഗുഡ്സ് ഇഫ് ദി എമൗണ്ട് ഡ്യൂ ടു ഹിം ഈസ് നോട്ട് പെയ്ഡ്. 3. Bailment is genus whereas pledge is species of bailment. ബെയിൽമെന്റ് അതിൻ്റെ ഒറിജിനലാണ്. അതേസമയം പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ഒരു ബെയിൽമെന്റ് ആണ്. ഇൻ കേസ് ഓഫ് ഗ്രാറ്റുവസ് ബെയിൽമെന്റ്, ബെയിൽ ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദി ഗുഡ്സ് ഓൺ ഡിമാൻഡ് ബൈ ദി ബെയിലർ. Pledge is not bound to return the goods delivered as security or demand by the bailer unless and until the debt is repaid or promise is performed. അഞ്ചാമത്തെ പോയിന്റ് ആണ്, bailment what passes to the bail is right of possession of the goods bailed, whereas on pledge the pledgee obtains a special property in the goods pledged. In case of bailment,
The bailee may use the goods bailed as per the terms of the contract. In a pledge, pony has no right of using the goods. ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആണ്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രോഡ്. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം മിസ്റെപ്രസെന്റേഷൻ? മിസ്റെപ്രസെന്റേഷനും ഫ്രോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Misrepresentation is false statement regarding material facts which is made without an intention to deceive the other party. മിസ്റെപ്രസെന്റ് ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കുന്നു, പക്ഷെ അവിടെ എന്താ മറ്റൊരാളെ കബളിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ ഇല്ല. ഫ്രോഡ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് വിത്ത് ആൻ ഇന്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. അതർ പാർട്ടിയെ, കോൺട്രാക്റ്റിലെ അതർ പാർട്ടിയെ പറ്റിക്കുന്നതിന് വേണ്ടി, കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം തെറ്റായിട്ട് റെപ്രസെന്റ് ചെയ്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മിസ്റെപ്രസെന്റേഷൻ അല്ല, അത് ഫ്രോഡായിട്ട് മാറുന്നു. 2 മിസ്റെപ്രസെന്റേഷനും ഫ്രോഡിലും മിസ്റെപ്രസെന്റേഷൻ ഉണ്ട്. When a misrepresentation is made with an intention to deceive the other party, that is fraud. Secondly, innocent misrepresentation though it may violate a contract is not a tort. Civil wrong alla. Fraud is a tort in itself. 3. In case of misrepresentation, the aggrieved party can avoid the contract. In case of fraud, the aggrieved party cannot only avoid the contract but also claim damages. മിസ്റെപ്രസെന്റേഷൻ ആണെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. അതേസമയം ഫ്രോഡ് ആണെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുകയും ചെയ്യാം, ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ദെൻ ഇൻ കേസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ ദി അഗ്രീവ്ഡ് പാർട്ടി കനോട്ട് സ്യൂ ഫോർ ഡാമേജസ്, ബട്ട് ഇൻ കേസ് ഓഫ് ഫ്രോഡ് അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ്. ദെൻ but in case of fraud aggrieved party can sue for damages. ഈ പറഞ്ഞിരിക്കുന്ന 26ാമത്തെ ക്വസ്റ്റിൻ്റെ 4 ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെന്റേഷൻ. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ സ്ട്രേഞ്ചർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് എക്സെപ്ഷൻസ്. നോർമലി ഒരു സ്ട്രേഞ്ചറിന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള റൈറ്റ് ഇല്ല. ഇതിന് ചില ഒഴിവുകളുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. വാട്ട് ആർ ദി എക്സെപ്ഷൻസ്? വെൻ എ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ്, കോൺട്രാക്ട് ത്രൂ ആൻ ഏജന്റ്. When a charge is created on specific immobile property in favor of a person, in case of family arrangements for maintenance or marriage expenses, where the promisor has by his contract created privity of contract. ഈ പറഞ്ഞിരിക്കുന്ന 5 സാഹചര്യങ്ങളിൽ എ സ്ട്രേഞ്ചർ കനോട്ട് എൻ്റർ ഇൻടു എ കോൺട്രാക്ട് ജനറൽ പ്രിൻസിപ്പിളിൻ്റെ എക്സെപ്ഷൻസ് ആണ്. ഈ എക്സെപ്ഷൻസ് ഒക്കെ ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് എലാബറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് ഈ പോയിന്റുകൾ എലാബറേറ്റ് ചെയ്യുക. ഈ പോയിന്റുകളെല്ലാം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. 28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ ഏജന്റ് പേഴ്സണലി? വെൻ ഈസ് എൻ ഏജന്റ് പേഴ്സണലി ലയബിൾ? ഒരു ഏജന്റിന് എപ്പോഴാണ് വ്യക്തിപരമായിട്ട് ലയബിലിറ്റി ഉണ്ടാകാവുന്നത്? ആൻ ഏജന്റ് ഈസ് പേഴ്സണലി ലയബിൾ ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. വെൻ ദി കോൺട്രാക്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡ്സ്. ഇതെല്ലാം ഒരു ഫുൾ സെന്റൻസ് ആക്കി മാറ്റിയാൽ തന്നെ ആൻസർ ആകും. വേർ ദി ഏജന്റ് ആക്ട് ഫോർ ദി ഫോറിൻ പ്രിൻസിപ്പൽ, where the agent acts for an undisclosed principal, where acting for the principal who cannot be sued. ഒരു പ്രിൻസിപ്പലിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുകയില്ല, അങ്ങനെ വല്ല ഏജന്റിനായിരിക്കും ലയബിലിറ്റി ഉണ്ടാകുന്നത്. വേർ ഹി ആക്ട്സ് ഫോർ എ പ്രിൻസിപ്പൽ നോട്ട് ഇൻ എക്സിസ്റ്റൻസ്, നിലവിലില്ലാത്ത ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ആക്ട് ചെയ്യുകയാണെങ്കിൽ. വേർ ഹി റിസീവ്സ് ഓർ പേയ്സ് മണി ബൈ മിസ്റ്റേക്ക് ഓർ ഫ്രോഡ്. വേർ ഹി സൈൻസ് എ കോൺട്രാക്ട് ഇൻ ഹിസ് ഓൺ നെയിം, ഒരു ഏജന്റ് അയാളുടെ പേരിൽ തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി പേഴ്സണലി ലയബിൾ. Then liable for acts done without authority, ഏജന്റിന്റെ പ്രിൻസിപ്പലിന്റെ സമ്മതമില്ലാതെ ചെയ്യുന്ന, അധികാരമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ. When authority is one coupled with interest, ഈ കൊടുക്കുന്ന എന്താ, ഒരു ഏജന്റിന് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ, അധികാരത്തിന് മാത്രമല്ല, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു അധികാരമല്ല, ഇതിന് പുറമെ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദി ഏജന്റ് വിൽ ബി പേഴ്സണലി ലയബിൾ. Where the trade usage or custom makes him personally liable. അപ്പോൾ ആ ട്രേഡിൻ്റെ യൂസേജ് അല്ലെങ്കിൽ കസ്റ്റംസ് ഏജന്റിനെ പേഴ്സണൽ ലയബിൾ ആക്കുന്നുണ്ടെങ്കിൽ ഏജന്റ് എന്തായിരിക്കും? പേഴ്സണലി ലയബിൾ ആയിരിക്കും. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണത്. ഈ പറഞ്ഞിരിക്കുന്ന 10 പോയിന്റുകൾ, ഇതൊക്കെ ഈ 5 മാർക്കിനാണെങ്കിൽ ഈ പോയിന്റുകളെല്ലാം തന്നെ ഒരു 1 സെന്റൻസ് ആക്കി മാറ്റിയാൽ പോലും ആൻസർ കംപ്ലീറ്റ് ആകും. Then the 29th question is, explain termination of a contract of guarantee. എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ടെർമിനേറ്റ് ചെയ്യാവുന്നത്? സോ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഒക്കേഴ്സ് by notice of revocation by the surety, death of the surety, altering the terms of the contract, by release of principal debtor, by
ബൈ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓഫ് ഒമിഷൻ. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. എല്ലാ പോയിന്റുകൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആൻസർ ഒരു 5 ആൻസറായിട്ട് മാറുകയുള്ളൂ. എപ്പോഴും ഓർക്കേണ്ടത് 5 മാർക്കിൻ്റെ ആണെങ്കിൽ ഒരു 2 പേജ് എടുത്ത് ആൻസർ വരണം. ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ ഉൾപ്പെടുത്തുക, അതിനാവശ്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കുക. Then the 30th question, different types of damages, general damages, special damages, exemplary or vindictive in order to punish the other party. ഒരു പണിഷ്മെന്റ് എലമെന്റ് വന്നു കഴിഞ്ഞാൽ എക്സംപ്ലറി അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ആകും. നോമിനൽ ഡാമേജ് ഫോർ നെയിം സേക്ക്. ഈ 4 തരത്തിലുള്ള ഡാമേജുകൾ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജസ് ആണ്. ദെൻ 31ാമത്തെ, വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, എക്സ്പ്ലെയിൻ റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ. അപ്പോൾ ഇതൊരു എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഇസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ്റ്റ് ഹിം ബൈ ദി കോൺട്രാക്ട് ഓഫ് ദി പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദി കോൺട്രാക്ട് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പം പ്രോമിസറിൻ്റെ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി ഹോൾഡറിൻ്റെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ദി ഇൻഡെംനിറ്റി ഹോൾഡർ ക്യാൻ റിക്കവർ ഫ്രം ദി ഇൻഡെംനിഫയർ ദി ഫോളോയിങ് ഡാമേജസ്. നഷ്ടപരിഹാരം നേടിയെടുക്കാം. കോസ്റ്റ്, എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളും തിരികെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി കേസ് കൊടുക്കുക. അപ്പോൾ ഈ 5 പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം നമ്മളൊരു ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. പാർട്ട് സിയിൽ 15 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിൽ വാട്ട് ഈസ് കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പം കോൺട്രാക്റ്റിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് കൊടുക്കുക. കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്, എസെൻഷ്യൽ എലമെന്റ്സിൽ എഗ്രിമെന്റ്, കൺസെൻസസ്, അഡ്ഡെയിം, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെന്റ്, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജെക്ട്, നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്, certainty and possibility of performance, and intention to create legal relationship. ഈ പറഞ്ഞിരിക്കുന്ന 10 പോയിന്റുകൾക്കും ഓരോ ചെറിയ പാരഗ്രാഫിലെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുക. അപ്പം ഈ 10 പോയിന്റുകൾ ഉൾപ്പെട്ടിരിക്കണം. ആ 10 പോയിന്റിനും ചെറിയ പാരഗ്രാഫിലുള്ള എക്സ്പ്ലനേഷനും കൊടുത്തിരിക്കണം. ദെൻ ദി 33ാമത്തേത് കൺസിഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൺസിഡറേഷൻ എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ആ കൺസിഡറേഷൻ ഡെഫിനേഷൻ ആദ്യം കൊടുക്കുക. വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ the promisee or any other person has done or abstained from doing or promises to do or abstain from doing something, such act, abstinence or promises consideration for the promise. Consideration definition ആദ്യം നമ്മൾ കൊടുത്തതിന് ശേഷം എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും പറയുക. ഒന്ന്, consideration must move at the desire of the promiser. Consideration may move from the promisee or any other person. Consideration may be past, present or future. Consideration need not be adequate. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂസറി. ഇല്യൂസറി ആകാൻ പാടില്ല, സാങ്കല്പികമാകാൻ പാടില്ല. അസാധ്യമായ ഒരു കാര്യം കൺസിഡറേഷനായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ, നിയമപരമായിട്ടുള്ളതായിരിക്കണം. കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദി പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. പ്രോമിസർ നിയമപരമായിട്ട് ഓൾറെഡി ചെയ്യാൻ ബാധ്യതയുള്ള ഒരു കാര്യം കൺസിഡറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റുകൾക്കും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ചെറിയ ഓരോ പാരഗ്രാഫ് കൊടുക്കുക. Then the 34th question is, who is an agent? Explain different types of agent. ആരാണ് ഒരു ഏജന്റ്? നമ്മൾ ജനറലി പറഞ്ഞത് ഏജന്റ് ഈസ് എ പേഴ്സൺ acts on behalf of another person. So who is an agent? An agent is a person employed to do any act for another or to represent another in dealings with third parties. അപ്പം തേർഡ് പാർട്ടീസുമായിട്ടുള്ള ഡീലിങ്സ് റെപ്രസെന്റ് ചെയ്യുക, മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളിനെ ഉള്ള ഏജന്റ്. ഇപ്പോൾ LIC ഏജന്റുമാരുണ്ട്. ദെൻ അങ്ങനെയുള്ള ഏജന്റുകളാണ്. ഏജന്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് എംപ്ലോയ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ ഓൺ ദി ബേസിസ് ഓഫ് ദി പർപ്പസ് ഓഫ് ഫോമിംഗ് ഏജൻസി ആൻഡ് ഓൾസോ ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഏജൻസ്. ഏജൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. 1, ജനറൽ ഏജൻസ്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ജനറൽ പർപ്പസ് ഏജന്റുകളുണ്ട്, ജനറൽ ഏജൻസ്. ദെൻ സ്പെഷ്യൽ ഏജൻസ്, ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം എംപ്ലോയ് ചെയ്യപ്പെടുന്നു. യൂണിവേഴ്സൽ ഏജൻസ്, യൂണിവേഴ്സൽ എന്താ? വിത്ത് അൺലിമിറ്റഡ് അതോറിറ്റിയാണ്. പ്രിൻസിപ്പിളിന് വേണ്ടി അൺലിമിറ്റഡ് അതോറിറ്റിയോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടാവുന്നവർ യൂണിവേഴ്സൽ ഏജൻസ്.
ദെൻ കൊമേഴ്ഷ്യൽ ഓർ മെർക്കൻറ്റൈൽ ഏജൻസ്, വ്യവസായവുമായിട്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജന്റുമാരാണ് നോൺ കൊമേഴ്ഷ്യൽ ഏജൻസ്. ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ഇത് വീഡിയോ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൻസ് ബുക്കുകൾ നോട്ട് ചെയ്തോ. ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മൾ ഓർമ്മ ചെയ്തിരിക്കണം. എക്സ്പ്ലനേഷനോട് കൂടി ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ ഒരു ആൻസർ ആവുകയുള്ളൂ. ദെൻ ദി ലാസ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ദി ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഇംപ്ലൈഡ് ആയിരിക്കുന്ന വാറണ്ടീസും കണ്ടീഷൻസും എന്താണ്? കണ്ടീഷൻ എസെൻഷ്യലാണ്, വാറണ്ടി കൊളാട്രലാണ്. അതാണ് കണ്ടീഷനും അതുപോലെ വാറണ്ടിയുമായിട്ട് വരുന്നത്. ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ഓഫ് ഗുഡ് സോൾഡ്. സെക്കൻഡ്ലി, ഗുഡ് സോൾഡ് ഷുഡ് ബി കറസ്പോണ്ട് ടു ഡിസ്ക്രിപ്ഷൻ. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്. കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. ദെൻ കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ ആസ് ടു ദി ഹോൾസംനെസ്. കണ്ടീഷൻ ആസ് ടു സാമ്പിൾ. ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ എന്താണ്? ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ്. അതിൽ 6 കണ്ടീഷൻസ് ആണ് ഇംപ്ലൈഡ്. ആ കോൺട്രാക്ട് ഓഫ് സെയിൽ അതിനാൽ തന്നെ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കണ്ടീഷൻസ് ആണ്. അതോടടുത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇംപ്ലൈഡ് കണ്ടീഷൻസ്. കണ്ടീഷൻസ് ആസ് ടൈറ്റിൽ ഓഫ് ഗുഡ് സോൾഡ്. Then secondly, good sold should correspond to the description. Condition as to quality of fitness. Condition as to merchantability. Condition as to wholesomeness. Condition as to sample. Implied warranties എന്തൊക്കെയാണെന്ന് നോക്കാം. In a contract of sale, warranty for quiet possession, warranty against the encumbrance, ബാധ്യതകൾക്കെതിരെ. എൻകുംബ്രൻസ് അതാണ് ബാധ്യത. എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് കേട്ട് കാണും. ബാധ്യത സർട്ടിഫിക്കറ്റ്, ചിലപ്പം ബാധ്യത ഉണ്ടാകാൻ പാടില്ല. വാറണ്ടി ആസ് ടു യൂസേജ് ഓഫ് ട്രേഡ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകൾക്കും എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഒന്നെങ്കിൽ ഈ കൂടെ തന്നെ കൊടുത്തിരിക്കുന്ന ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അനുബന്ധമായിട്ടുള്ള വീഡിയോ, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ വാച്ച് ചെയ്താൽ കിട്ടും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് നോക്കി ഈ പോയിന്റുകൾക്ക് എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പം നമുക്കെന്താണ് ഈ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിനേഷന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് പുറമെ നമ്മുടെ 2002 വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ എക്സാമിന് മുമ്പ് അടുത്ത വീഡിയോയും കൂടെ ഒരു 35 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കീയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയുടെ ഭാഗമായിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.